ഇസ്രായേലിനും പാലസ്തീനും ഇടയിലുള്ള ഗാസയെ ചൊല്ലി നടക്കുന്ന പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് ഇന്നലെ ഒരറിയിപ്പ് വന്നു. അതെന്താണെന്ന് നോക്കിയാൽ USA, ഖത്തർ, ഈജിപ്ത് ഈ 3 നാടുകളും ചേർന്ന് ഒരു പീസ് പ്ലാൻ, ഒരു സീസ് ഫയർ ഇപ്പോൾ ഇസ്രായേലിനും ഗാസയ്ക്കും നടുവിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. അമേരിക്കയുടെ പക്കൽ നിന്ന് വന്ന അറിയിപ്പ് ഈജിപ്ത്, ഖത്തർ, USA ഈ 3 നാടുകളും ചേർന്ന് ഒരു സീസ് ഫയർ ഡീൽ ഹമാസിനും ഇസ്രായേലിനും പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. മറ്റ് പീസ് പ്ലാൻ പോലെ അല്ലാതെ, അതായത് മറ്റ് സീസ് ഫയർ ഡീൽ പോലെ അല്ലാതെ ഈ ഒരു ഡീൽ അവസാനിക്കാൻ തീർച്ചയായും ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നും USA ഒഫീഷ്യലായി ഒരു കാര്യം പറഞ്ഞു. ഇതിനെക്കുറിച്ച് തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഹമാസ് ഈ ഒരു പീസ് പ്ലാൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്നാൽ ഇസ്രായേൽ ഈ ഒരു സീസ് ഫയർ, അതായത് ഈ ഒരു പീസ് പ്ലാന്റെ സീസ് ഫയർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇസ്രായേലിലെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. ഹോസ്റ്റേജസ് എല്ലാവരെയും മോചിപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഹമാസിനെ മുഴുവനായും ഈ ഗാസയിൽ നിന്ന് പുറത്താക്കുന്നത് വരെയും ഞങ്ങളുടെ സീസ് ഫയർ ഒരിക്കലും നടക്കില്ല. അതല്ലാതെ നെതന്യാഹു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു സീസ് ഫയർ ഡീലിന് സമ്മതിക്കാനുള്ള സാഹചര്യം വന്നാൽ, അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിക്കേണ്ടി വന്നാലും പ്രശ്നമില്ല, ഭരണമാറ്റമുണ്ടായാലും പ്രശ്നമില്ല, ഈ ഹമാസിനെ അവസാനിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ഒരു മറുപടി കൊടുത്തു. ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ഇതിന് പറഞ്ഞ മറുപടി, ഞങ്ങൾ ഒരു ചർച്ചയ്ക്കോ സീസ് ഫയർ ഡീലിനോ റെഡിയാണ് എന്നാണ് പാലസ്തീനെ ഒറ്റ നാടായി അമേരിക്ക അറിയിക്കുന്നത്. അന്നുവരെ ഇസ്രായേൽ ഗാസയോ വെസ്റ്റ് ബാങ്കിനെയോ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു ഉറപ്പ് തരുന്നതുവരെ ഞങ്ങളുടെ ഈ ഒരു പോരാട്ടം അവസാനിക്കുകയില്ല എന്ന് ഹമാസ് പറയുന്നു. എന്നാൽ അമേരിക്ക ഈ ഒരു സീസ് ഫയർ ഡീൽ വളരെ പുഷ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഖത്തർ, ഈജിപ്തിന്റെ റോൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. Your President Biden is actually expected to speak about to the nation about Israel's war with Hamas, urging Hamas to accept the hostage deal that has been put on the table in recent days. This would be a critical step before any possible peace plan to try to end the conflict in Gaza. ലോകം മുഴുവനും കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ ഈ റാഫ അറ്റാക്കിന് ശേഷം ഗാസയ്ക്കുള്ള സപ്പോർട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. പ്രധാനമായും മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ് അമേരിക്ക പോലുള്ള നാടുകളിൽ ഗാസയ്ക്കുള്ള സപ്പോർട്ട് കൂടുന്നുണ്ട്. ഇന്നലെ ക്രെമനിൽ നിന്നും ഒഫീഷ്യലായി ഒരു വാർണിംഗ് അമേരിക്കയ്ക്കും ഉക്രൈനും കൊടുത്തു. ആവശ്യമില്ലാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെസ്റ്റേൺ നാടുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉക്രൈനെ സഹായിക്കുന്നു എന്ന പേരിൽ റഷ്യയുടെ ശാന്തതയെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു നല്ല കാര്യമല്ല. ഉക്രൈൻ ഇതെല്ലാത്തിനും മറുപടി പറയണം. അടുത്തിടെയായി റഷ്യയുടെ ഭാഗത്ത് അമേരിക്കയുടെ വെപ്പൺസ് ഉപയോഗിച്ച് ഉക്രൈൻ അറ്റാക്ക് നടത്തി. ആ ഒരു അറ്റാക്ക് റഷ്യയുടെ ക്ഷമ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു. കാരണം ബെൽഗ്രോഡ് റീജിയണിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഉക്രൈൻ്റെ അറ്റാക്ക് എന്നത് ഇടവിടാതെ നടക്കുകയാണ്. റഷ്യ ഉക്രൈൻ സിറ്റിയിൽ ഇത്രത്തോളം ഷെല്ലിംഗ് അല്ലെങ്കിൽ അറ്റാക്ക് നടത്തിയെന്നുണ്ടെങ്കിൽ അതെല്ലാം റഷ്യയ്ക്ക് എതിരായിട്ടുള്ള വലിയൊരു കാര്യമായി കാണിക്കുന്ന മീഡിയാസ്, അവിടെ മരിച്ച ഒഫീഷ്യൽ ഉൾപ്പെടെ 25ഓളം പേർ മരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് യാതൊരു മീഡിയയും ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് ക്രെമനിൽ നിന്നും ഇങ്ങനെ ഒരു വാർണിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ ബെൽഗ്രോഡ് മാത്രമാണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഉക്രൈന് മറ്റു നാടുകൾ കൊടുക്കുന്ന സപ്പോർട്ട് കൂടുന്തോറും എത്രയും പെട്ടെന്ന് റഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലും ഈ ഒരു US മെയ്ഡ് വെപ്പൺസ്, ജർമ്മനി മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നതിനും നശിപ്പിക്കുന്നതിനും ഉക്രൈൻ തയ്യാറാവുകയാണ്. അടുത്തത് HAL കമ്പനിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. Su-30 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിലാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ HAL വളരെ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ സുഖോയ് ഫ്ലൈറ്റ് മോഡിഫൈ ചെയ്യും. അഡ്വാൻസ്ഡ് ജാമിംഗ് സ്യൂട്ട്സ്, മറ്റ് പല അപ്ഡേറ്റുകൾ ചെയ്ത് Su-30 അടുത്ത ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. തീർച്ചയായും ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യയെ കൊണ്ട് ചൈന, പാകിസ്ഥാൻ 2 സൈഡിലും കൗണ്ടർ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടെന്നും HAL അറിയിച്ചു. അടുത്തത് നെക്സ്റ്റ് ജനറേഷൻ ഡ്രോൺ എയർബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലോയൽ വിങ്മാൻ കോൺസെപ്റ്റിൽ വരുന്ന ഈ ഒരു ഡ്രോൺ തീർച്ചയായും ഭാവിയിലുള്ള വിമാനങ്ങൾക്കും ഉപയോഗപ്രദമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോയൽ വിങ്മാൻ കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ, അതിനുശേഷം വരുന്ന 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, അതും കഴിഞ്ഞു വരുന്ന വിമാനങ്ങൾ, അങ്ങനെ ഇവയ്ക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റായി മാറാൻ പോവുകയാണ്. കാരണം പൊതുവെ വളരെ ആപത്തായ ഒരു യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഹെവിയായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡിൻ്റെ എയർ സ്പേസിന് മുകളിൽ 5ാം തലമുറ യുദ്ധവിമാനം അടുത്ത ചില കാലത്തിൽ പറക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രയോജനപ്പെടില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശങ്ങളൊന്നും നമുക്ക് വരുത്തില്ല. കാരണം എല്ലാ നാടുകളും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള റേഡാർ സിസ്റ്റംസ് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്റ്റെൽത്ത് കില്ലർ എന്ന രീതിയിൽ അവരുടെ വെപ്പൺ സിസ്റ്റത്തെയും മാറ്റിയിട്ടുണ്ട്.
ഈ ഒരു അവസ്ഥയിൽ ഒരു സ്റ്റെൽത്തി വിമാനമായിരുന്നാൽ കൂടിയും അത് ശത്രുവിന്റെ എയർ സ്പേസിനുള്ളിലേക്ക് അയക്കുമ്പോൾ അത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ അതേസമയം ഈ ഒരു വിമാനത്തിന്റെ കൂടെ ലോയൽ വിങ്മാൻ അറ്റാച്ച് ചെയ്ത് അയക്കുകയാണെങ്കിൽ ആ ഒരു വിമാനം ചെയ്യേണ്ട എല്ലാ ജോലികളും, സർവേലൻസ്, നശിപ്പിക്കുന്ന ടാർഗറ്റ്, എല്ലാ കാര്യങ്ങളും ആ ഒരു ഡ്രോൺ കളക്ട് ചെയ്യും. ഒരു വിമാനമാകുമ്പോൾ അതിനുള്ളിലെ പൈലറ്റിന്റെ ജീവനും നമ്മൾ കണക്കിലെടുക്കണം. ജീവൻ നഷ്ടമായാൽ തീർച്ചയായും നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. എന്നാൽ അതേസമയം ഈ ലോയൽ വിങ്മാൻ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ ഒരു അസറ്റ് മാത്രമാകും നമുക്ക് നഷ്ടമാവുക, അതല്ലാതെ യാതൊരു ജീവനും നഷ്ടപ്പെടില്ല. അങ്ങനെയെങ്കിൽ എല്ലാ ജോലികളും ഇതിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? സാധാരണ ഒരു ഫൈറ്റർ ജെറ്റ് ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്ന എല്ലാ വിങ്മാൻ കോൺസെപ്റ്റും ഹൈ ടെക്നോളജിയോട് കൂടിയാണ് വരുന്നത്. ഒരു ഫൈറ്റർ ജെറ്റിന് എന്തെല്ലാം സാധിക്കുമോ അതേ രീതിയിലുള്ള എല്ലാ ജോലികളും ഈ ഡ്രോൺസിനും ചെയ്യാൻ സാധിക്കും. അടുത്ത തലമുറയെ നോക്കി ഈ ഒരു ജെറ്റ് പ്രോഗ്രാം മൂവ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ജപ്പാന്റെ വ്യോമസേനയിലെ 2 F-30 വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയ അല്പസമയത്തിൽ വീണ്ടും ഒരു എമർജൻസി ലാൻഡിംഗ് ചെയ്തു. മിസാവ എയർബേസിൽ നടന്ന ഈ ഒരു സംഭവം ജപ്പാൻ മുഴുവനും പടർന്നിട്ടുണ്ട്. ഈ F-35നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജപ്പാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. നോയ്സ് പൊല്യൂഷൻ അധികമാകുന്നുണ്ട്, മറ്റൊരു സൈഡ് ശരിയായി പെർഫോമൻസ് ഇല്ല എന്ന് ജപ്പാനിലുള്ള ഒരുപാട് മിലിറ്ററി ഒഫീഷ്യൽസ് തന്നെ ആ വിമാനങ്ങൾക്ക് എതിരെ ഉള്ളപ്പോൾ അപ്പോഴും ആ വിമാനങ്ങൾ ജപ്പാൻ ഉപയോഗിക്കുന്നുണ്ട്. 25 മുതൽ 30 മിനിറ്റ് വരെയും ആ ഒരു എയർപോർട്ടിനെ ക്ലോസ് ചെയ്തിടുന്നു. അതിനുശേഷം ആ ഒരു വിമാനങ്ങളിലുള്ള തകരാറ്, പ്രശ്നങ്ങൾ ശരിയാക്കാനായി ആ ഒരു വിമാനം മാറ്റിയതിനു ശേഷം വീണ്ടും ആ ഒരു എയർബേസ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനെന്താണ് കാരണം എന്നുള്ള ശരിയായ മറുപടി ജപ്പാൻ ഗവൺമെന്റ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ചില സാങ്കേതിക തകരാറുകൾ കാരണം 2 വിമാനങ്ങളെയും എമർജൻസി ലാൻഡ് ചെയ്തു എന്നാണ് ആദ്യഘട്ട റിപ്പോർട്ട് വന്നത്. 2 ദിവസം മുൻപ് പുൽവാമയിൽ 2 പ്രധാനപ്പെട്ട തീവ്രവാദികൾക്കുള്ള തിരച്ചിലിനായി നമ്മുടെ സുരക്ഷാ സേന ഇറങ്ങി. ആ 2 തീവ്രവാദികളെയും നമ്മുടെ ബോർഡറിൽ സെക്യൂരിറ്റി ഫോഴ്സ് കൊന്നു എന്ന വിവരം വന്നു. അവർ ഏത് ഗ്രൂപ്പിലുള്ളവരാണ്, അവർ എന്ത് കാര്യത്തിനാണ് അകത്തേക്ക് വന്നത് എന്നുള്ളത് അന്വേഷണത്തിന്റെ അവസാനം പറയാമെന്ന് ജമ്മു കാശ്മീർ പോലീസ് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തിലെത്തി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.